ഒരു സെലിബ്രിറ്റി ആണെന്നോ അല്ല സെലിബ്രിറ്റി അല്ലട്ടോ നിങ്ങൾ ഇപ്പോഴത്തെ ഒരാളെ ഇപ്പൊ അതിനെ ട്രോളും നീ എവിടുത്തെ സെലിബ്രിറ്റി നീ അതൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ പറയില്ലോ ദൈവം പറയില്ലട്ടോ നിങ്ങളെ പോലെ തന്നെ സാധാരണക്കാരനെയാണ്. അപ്പൊ ഞാനൊരു എന്തോ സംഭവം ആണെന്ന് അമ്മച്ചിക്കറിയാണ്. എന്തോ സംഭവം ആണെന്ന് പറഞ്ഞാൽ ഞാൻ മലയാളമൊന്നും ആയിട്ടില്ല. അത്യാവശ്യം ഈ ഫ്ലവേഴ്സ് ചാനലിൽ പരിപാടിക്ക് വന്നു വിജയുടെ പടത്തിൽ അഭിനയിച്ച് അങ്ങനെ കുറേ പടത്തിൽ കൊണ്ടായിട്ടൊക്കെ അഭിനയിച്ച് അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം. അപ്പം അമ്മച്ചി ഓർത്തേക്ക് ഞാനിപ്പോഴും പണിക്ക് പോകണം എന്നുള്ള ചിന്തയാണ്. അമ്മച്ചി എന്നോട് ചോദിക്കും നാളെ പണിക്ക് പോകണില്ലെന്നായി. അമ്മച്ചി ഞാൻ എവിടെ പോകണമെന്ന് അമ്മച്ചിക്കറിയാം. അമ്മച്ചി സോഷ്യൽ മീഡിയ ഒന്നും കാണാറില്ല. അമ്മച്ചി ഫ്ലവേഴ്സ് ചാനലിൽ തന്നെ ഞാനൊക്കെ വെച്ചു കൊടുക്കുമ്പോഴാണ് കാണുന്നത്. അപ്പം അമ്മച്ചിക്ക് ഞാനിപ്പോഴും ടൈൽസ് പണിക്ക് പോണ മകനാണ്. എന്നെ എവിടെ പണിയെന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ. അമ്മച്ചിക്ക് അങ്ങനെ വ്യക്തമായിട്ട് ഞാൻ എവിടേക്കാണ് പോണത് എവിടേക്കാണ് യാത്ര ചെയ്യുന്നത് പറയാറുണ്ടെന്നെങ്കിലും സോഷ്യൽ മീഡിയക്കൊന്നും കാണാത്ത കാരണം അമ്മച്ചിക്ക് അതിനുള്ള ധാരണയില്ല. ഞാനെപ്പോഴും നന്നായിട്ട് നല്ല യാത്രയെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങാൻ പറയും. അമ്മച്ചിക്ക് കൂട്ട് ഞാനും അമ്മച്ചിക്ക് കൂട്ട് ഞാനും എന്താ പറഞ്ഞത് എനിക്ക് നന്നാക്കി പറഞ്ഞെങ്കിൽ ഇടൂല്ലോ. താമസം എവിടെ? ഞാന് കൊച്ചിക്കാരനാണ്. അപ്പൊ അങ്ങനെ പോണ്. ബ്രദറുണ്ട് വീട്ടില്. അടിപൊളിയായിട്ട് പോണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എനിക്കറിയാവൂ. ബർത്ത്ഡേ ആണോ? ബർത്ത്ഡേ അല്ല, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഗായകനും നൃത്തകനും ആരാറുണ്ട്? നിങ്ങൾ ഗസ്റ്റ് മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ മരിച്ച ഓർമ്മ ദിനമാണ്. എനിക്ക് എന്റെ ഓർമ്മയിലതാ. അപ്പൊ ഞാൻ ഭയങ്കര ജാക്സൺ ഫാനാണ്. ചെറുപ്പം തുടങ്ങി ഞാൻ ജാക്സന്റെ ഡാൻസ് കളിക്കാറില്ല. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും പാട്ട് എനിക്കറിയാൻ പോലെ പാട്ട് ഇംഗ്ലീഷൊന്നും പറയാറില്ല. ഇനി ആ അന്ന് വീഡിയോ കാസറ്റിലാണ് മൈക്കിൾ ജാക്സന്റെ ഇതൊക്കെ കാണുന്നത്. അപ്പൊ അന്ന് ഞാൻ ഈ കറുത്ത മൈക്കിൾ ജാക്സൺ ഉണ്ട്, ത്രില്ലർ എന്ന് പറഞ്ഞതൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം ഉണ്ടായിരുന്നു. അതൊക്കെ VCR വാടക എടുക്കാൻ നേരത്ത് ഞങ്ങൾ മൈക്കിൾ ജാക്സന്റെ ഒക്കെ കാസറ്റിട്ട് ത്രില്ലറൊക്കെ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മൈക്കിൾ ജാക്സനാണ്. ഞാൻ മൈക്കിൾ ജാക്സന്റെ കടുത്ത ഒരു ആരാധകനാണ്. മൈക്കിൾ ജാക്സന്റെ എല്ലാ പാട്ടുകളും എല്ലാ സീസണിലെ പാട്ടുകളും എനിക്ക് വലിയ ഓഡിയോത്തിൽ നോക്കണ ഭയങ്കര അടിപൊളി ആംപ്ലിഫയർ ഉണ്ടായിരുന്നു. ഓഡിയോ കാസറ്റ് ഇട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ബ്രദർ മൈക്കിൾ ജാക്സന്റെ ഡാൻസ് കളിക്കും. കറക്റ്റ് മൈക്കിൾ ജാക്സനെ പോലെയാണ് ബ്രദർ ഇരിക്കുന്നത്. ബ്രദറിന്റെ പേരെന്താ? റാംബോ സ്റ്റാൻഡ്. പുള്ളിയുടെ ലുക്കൊക്കെ ഭയങ്കര ഡാൻസറാണ് പുള്ളി. അപ്പൊ ഞാൻ ഈ മൂൺബാക്ക് എന്ന് പറഞ്ഞ പടം കണ്ടായിരുന്നു ദിവസം. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം. അതിന്റെ ക്ലൈമാക്സ് ഒക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നടക്കുന്ന കഥയായിരുന്നത്. ഞങ്ങൾ കൊച്ചിയിൽ വേറെ തരത്തിലാണ്, തിരുവനന്തപുരത്തെ കഥയാണ് പറഞ്ഞത്. മൈക്കിൾ ജാക്സന്റെ ഒക്കെ ആ പോപ്പ് ആ പാട്ടുകളൊക്കെ ഇറങ്ങിയ ടൈമിലുള്ള ആ സ്റ്റോറിയാണത്. അപ്പോൾ ആരാണ് മൈക്കിൾ ജാക്സനൊക്കെ ഇഷ്ടപ്പെടാത്തത്? പാടുകയും കുറേ തവണ നൃത്തമൊക്കെ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ച ദിവസമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നമുക്കൊരിക്കലും ആ മരിച്ച ദിവസമൊക്കെ ഭയങ്കര എനിക്ക് തന്നെ ഭയങ്കര ഫീലിംഗ് ആണ്, ബാഡ് ഫീലിംഗ് ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഒന്നല്ല. അങ്ങനെ ആ സമയത്ത് എനിക്കൊന്ന് സോഷ്യൽ മീഡിയയൊക്കെ ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട് ഈ ടൈം. മൈക്കിൾ ജാക്സന് ഇന്നത്തെ ദിവസം ഭയങ്കര ഓർക്കുന്നു. അന്ന് ഗൂഗിളിന്റെ സർവറിന് ഇഷ്യൂ ഉണ്ടായിരുന്നു, അറിയാമോ? ഗൂഗിൾ സർവർ കുറച്ച് സമയത്തേക്ക് നിർത്തി വെച്ചൊരു ഇഷ്യൂ ഉണ്ടായത് അന്നാണ്. ഞാൻ ഇപ്പൊ അതോട് ഉപമിക്കുന്നത് എന്താണെന്ന് അറിയാമോ? പണ്ട് മൈക്കിൾ ജാക്സൺ സ്റ്റേജിൽ കയറി നമ്മൾ കാണാറുണ്ട്, കരയും ആൾക്കാർ കാണുമ്പോൾ. ആനന്ദ കണ്ണീർ എന്നൊക്കെ പറയില്ലേ, നമ്മൾ പറയുമ്പോൾ രോമണിക്കണം പുള്ളി പാട്ട് പാടുന്നത്. ഇപ്പൊ വേടൻ വരാൻ നേരത്ത് ആ ഒരു ചെറിയ അല്ലെ മൈക്കിൾ ജാക്സനൊക്കെ വന്നതിന്റെ ഞാൻ 1-2 സ്റ്റേജിലൊക്കെ ജാക്സന്റെ ഒക്കെ ഒരു പ്ലാറ്റ്ഫോം പോലെ തോന്നി. മൈക്കിൾ ജാക്സനൊക്കെ വന്ന് പെർഫോം ചെയ്യുമ്പോൾ ഓഡിയൻസ് പ്രതികരിക്കുന്നതും ഓഡിയൻസിനുള്ള ആ സന്തോഷവും, ചില ആൾക്കാർ കരയും, ചില ആൾക്കാർ ഭയങ്കര ചിരിയും, ചില ആൾക്കാർ ഡാൻസ് കളിക്കും. ഭയങ്കര അത് എനിക്ക് തോന്നുന്നു വേടൻ എനിക്ക് തോന്നുന്നു മൈക്കിൾ ജാക്സൺ കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ടും മലയാളികളുടെ ഇടയിൽ നിന്ന് ഇത്ര ക്രൗഡ് കൊണ്ടുവന്ന് ഇത്രയും എല്ലാ ജില്ലയിൽ നിന്ന് ആരാധകരൊക്കെ വന്ന് പ്രോഗ്രാം കണ്ടേക്കുന്നത്. ഞാൻ മൈക്കിൾ ജാക്സനെ എനിക്ക് ഉപയോഗിക്കണമല്ല കേട്ടോ. ഞാൻ അങ്ങനെ തോന്നി എനിക്ക് ചെറിയ വലിയ പരിപാടിയിലൊക്കെ പുള്ളി അവതരിപ്പിച്ചപ്പോൾ സന്തോഷം. വേടന് ഇഷ്ടമാണ്. പിന്നെ വേടന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. വേടന് എന്നെക്കാളും ഭയങ്കര ഇളയതാണ്.
വേടം പറയുന്ന രാഷ്ട്രീയം ഓ അടിപൊളിയല്ലേ ടീമേ. വേടം പറയുന്ന രാഷ്ട്രീയം ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പോലും പറയാൻ മടിക്കുന്ന രാഷ്ട്രീയമല്ലേ. നമ്മളുടെയൊക്കെ ഇടയിൽ നിന്ന് വന്ന നമ്മളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന, ചില ആൾക്കാർ പറയാൻ മടിക്കുന്ന, ചില ആൾക്കാർ പറയാൻ പേടിക്കുന്ന രാഷ്ട്രീയക്കാരാണെങ്കിലും മറ്റുള്ള ഇതിലുള്ള ആൾക്കാരാണെങ്കിലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പാട്ടുകളിലൂടെ പുള്ളി അവതരിപ്പിക്കുന്നുണ്ട്. അത് ഒരു വിഭാഗം ആൾക്കാർക്ക്, ഒരു വിഭാഗമല്ല, ഒരു 60% മലയാളികൾക്ക് ഇഷ്ടമാണ്. കാരണം ഇതുവരെ ഒരു റാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാടൻ പാട്ടോ എന്തെങ്കിലും ഇങ്ങനത്തെ രീതിയിൽ വന്നിട്ടില്ല. പാട്ടുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മളൊരു കഥ പറയുന്ന രീതിയിൽ നമുക്ക് ഒരു കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇത് വരും. മണിച്ചേട്ടനായിരുന്നു ഇങ്ങനെ. ആ മണിച്ചേട്ടൻ വേറെ സ്റ്റൈലാണ്. മണിച്ചേട്ടൻ ഇതിലും നല്ല നാടൻ പാട്ട് സ്വന്തമായിട്ട് നാടൻ പാട്ട്. അല്ല, മണിച്ചേട്ടന് നാടൻ പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും പാടാൻ പറ്റിയ പാട്ടുകളാണ്. വേടന്റെ എന്ന് പണ്ടൊക്കെ ഞാൻ വായിച്ചിട്ടില്ല. അയ്യങ്കാളിയൊക്കെ പറഞ്ഞു വെച്ച കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വായിക്കുന്ന ആൾക്കാർക്കൊക്കെ വേടനൊക്കെ നല്ല വായിച്ചുള്ള അറിവുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചുള്ള അറിവാണ് പുള്ളിനെ. ഇങ്ങനെയുള്ള പുള്ളിയുടെ പറച്ചിലൊക്കെ കണ്ടത്തില്ലേ, പ്രസംഗമൊക്കെ ഭയങ്കര ഗംഭീര പ്രസംഗമാണ്. എനിക്ക് ഈ പുള്ളിയുടെ പാട്ട് കേൾക്കണം കേട്ടോ. പുള്ളിയുടെ സ്പീച്ചാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പാട്ട് കുറവായിരിക്കുള്ളൂ വേദിയിൽ, സ്പീച്ചായിരിക്കും കൂടുതൽ. ആ സ്പീച്ച് ഭയങ്കര ഇൻസ്പിറേഷനാണ് ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക്. എന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരു പയ്യനാണ്. എന്നാലും നമ്മളെക്കാട്ട് അറിവുള്ള ഒരാൾ പറയാനത് നമ്മൾക്കത് കേൾക്കാനുള്ള ഒരു ഇത് നമ്മൾ കാണിക്കണം. വേടന് ഇഷ്ടമുണ്ടോ വീട്ടിൽ? വേട കേൾക്കണമെങ്കിൽ ഓക്കെ.